അടുത്തതായിട്ട് 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസെപ്റ്റ് മാപ്പ് ഉപയോഗിക്കുന്ന ഒരു കുട്ടി അവൻ എന്ത് തരം ലേണർ ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, അതായത് വിഷ്വൽ ലേണർ ആയിരിക്കും. 28ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്പേസ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ ഒരു അധ്യാപിക പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കുന്നു ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ അത് എന്താണ് താഴെ പറയുന്നവർ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ജെൻഡർ റോൾ. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിതപരമായി മെച്ചപ്പെട്ട ഒരു കുട്ടി ശാസ്ത്ര വിഷയത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ആയിരിക്കും.